താഴെയും എടുത്തിട്ടുണ്ട്, മുകളിലും എടുത്തിട്ടുണ്ട്. വിന ഭാഗങ്ങളുള്ള ഒരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ മുകളിലെ ഭാഗം ഉണ്ടാവും. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഈ ബാക്കിൽ കാണുന്നത് ഇത് ഒരു പുത്തൻ വീടല്ല കേട്ടോ, ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് വീടിന്റെ നമുക്ക് എയർ റെനോവേഷൻ വർക്കാണ്. നമ്മൾ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും ആയിട്ട് 1000 സ്ക്വയർ ഫീറ്റിന് മീതേക്ക് ചെയ്യുന്ന ഒരു റെനോവേഷൻ വർക്കാണിത്. ഇത് തൃശ്ശൂര് കുട്ടനല്ലൂർ അടുത്ത് തോട്ടപ്പടി ഭാഗത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നമ്മളുടെ പോറോത്തും HP ബ്രിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചുമരുകളല്ല, നമ്മൾ പൂർണ്ണമായിട്ടും തേച്ചിട്ടുള്ള രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു വീടാണ്. മുകളിൽ വാർക്കാണ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അകത്ത് പോയിട്ട് നോക്കാം. നമ്മളുടെ ഇവിടെ പോറോത്തോമിന്റെ 8 ഇഞ്ച് ബ്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സാധാരണ നമ്മൾ HP ബ്രിക്കിൽ നല്ല എക്സ്പോസ്ഡ് ചുമരുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. സ്വതവേ ഇതുപോലെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള സൈറ്റുകൾ ഞങ്ങൾ കുറവാ ചെയ്യാറ്. പക്ഷെ അതുകൊണ്ട് എല്ലാവരുടെയും വിചാരം പ്ലാസ്റ്റർ ചെയ്യുന്ന സൈറ്റുകൾ വളരെ കുറവാണ്, അതിൽ ഉപയോഗിക്കാറില്ല, ഇത് തേക്കാതെ പണിയാൻ മാത്രം ഉപയോഗിക്കുന്ന കട്ടയാണെന്നാണ്. അങ്ങനെയല്ല കേട്ടോ, നമുക്ക് തേക്കുന്ന സൈറ്റുകളാണ് കൂടുതൽ. അതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് കാണിക്കാനില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ പണിയുന്ന സൈറ്റ് ഡീറ്റെയിൽ ഒന്നുമില്ല. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ അപ്പുറത്തൊക്കെ ഉള്ള ചേട്ടന്മാര്, വർക്കേഴ്സിനോ അല്ലെങ്കിൽ നമുക്ക് പുറമേ നിന്ന് വരുന്ന അതിഥി തൊഴിലാളികൾക്കോ ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാ ലെവൽ നോക്കി പണിയുന്ന ഏത് പ്ലേസിലും ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ പുറത്തും ഇത് വെച്ചിട്ട് ഇത് നമ്മളുടെ സ്കിൽഡ് ലേബേഴ്സ് അല്ല, ഈ ഇവിടുത്തെ ഓണർ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ലേബേഴ്സ് പണിയണതാണ്. അപ്പോ ഇങ്ങനെയാണ് ഇവിടെ വർക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സൈഡിൽ ഹൊറിസോണ്ടൽ പെർഫറേഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് HP എന്ന് പറയുന്നത്, ഹൊറിസോണ്ടലി പെർഫറേറ്റഡ് ബ്രിക്സ്. ഇതാണെങ്കിലും നമുക്ക് ഇവിടുന്ന് മുകളിൽ വാർക്കാണ് വരുന്നത്. നമുക്ക് വാർക്ക് പണിയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് 4 Nm/mm² കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നതാണ് നമ്മളുടെ ഈ HP ബ്രിക്കിന്. അപ്പൊ വാർക്കാം, ഇതാണെങ്കിലും വാർക്കാം. നമ്മുടെ VP ബ്രിക്ക് ഉണ്ട്, അതിന് നമുക്ക് 10 Nm മുകളിലാണ് കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത്. അപ്പൊ 2 ബ്രിക്ക് ഉള്ളത് കൊണ്ട് ഇത് സ്ട്രെങ്ത് ഇല്ലാത്തതും അത് സ്ട്രെങ്ത് കൂടി അങ്ങനെയൊന്നും ഇല്ല. അതും ഒരു തെറ്റിദ്ധാരണയാണ്. VP ബ്രിക്ക് പക്ഷെ ഭയങ്കര സ്ട്രെങ്ത് ആണ്. നമ്മുടെ കണ്ണൂര് നല്ല ചെങ്കല്ലില്ലേ, അതിനേക്കാളും ഉറപ്പ് വരുന്ന ബ്രിക്കാണ് നമ്മുടെ VP ബ്രിക്ക്. പക്ഷെ നമ്മുടെ പുറത്തും ഈ ബ്രിക്ക് ആണെങ്കിലും നമുക്ക് വാർത്ത് പണിയാനൊന്നും ഒരു പ്രശ്നമില്ല. ഇതുപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കെട്ടിടോ വീടോ നമുക്ക് വാർത്ത് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഭാഗം എക്സിസ്റ്റിംഗ് പോർഷൻ ആയിരുന്നു, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ മുകളിലെ ഭാഗം റെന്റ് ഔട്ട് ചെയ്യണമെങ്കിലും അതിനും പറ്റിയൊരു ഫെസിലിറ്റിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പുറമേന്ന് ഇവിടേക്ക് സ്റ്റെയർ, അങ്ങനെ ഇവിടെ നിന്ന് ഒരു എൻട്രി, അപ്പൊ ആ ഒരു കൺസെപ്റ്റിലും കൂടിയാണ് ഇവിടെ റെനോവേഷൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രി ഭാഗം വരുന്നത്. ഇപ്പൊ ഈ കട്ടയുണ്ടല്ലോ, പോറോത്തും HP ബ്രിക്ക്, അത് ഉരുടീസ് കട്ടയാണെന്ന് എല്ലാവരും പറയും. അത് തന്നെയല്ലേ ഇത് എന്ന് പറയും. സിമിലർ ആണ്, പക്ഷെ രണ്ടും സെയിം അല്ല. ഇപ്പൊ കുരുടീസ് കട്ട ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത് തന്നെയാന്ന് തോന്നും, കാരണം ഇതിന്റെ ഹൊറിസോണ്ടൽ ഹോൾസ് അല്ലേ വരുന്നത്. പക്ഷെ രണ്ടും സൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അതിന്റെ റോ മെറ്റീരിയൽസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അത് ഫയർ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, എല്ലാത്തിലും. പിന്നെ അതിന്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ കാര്യത്തിലും കാണാൻ സിമിലർ ആണെന്നുള്ളൂ, വെയിറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ കളിമണ്ണിന്റെ ഒരു പ്രശ്നമുള്ള, അതാണ് ഞാൻ റോ മെറ്റീരിയലിന് എടുത്ത് പറഞ്ഞത്. മണ്ണ് മിക്സിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ധാരാളമായിട്ട് അത് വരുന്നുണ്ട്, കളറിലും വ്യത്യാസം ഉണ്ടായിരിക്കും. മണ്ണ് മിക്സിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് കിട്ടില്ല. അതായത് ഇപ്പൊ ഡാംനെസ് ഇഷ്യൂസ് ഉണ്ടാവില്ലാന്നോ, ചെതല് പിടിക്കില്ലാന്നോ, അങ്ങനത്തെ പ്രശ്നം പറയാൻ പറ്റില്ല. കാരണം മണ്ണുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വെള്ളം വലിക്കും, അപ്പൊ ചെതല് വരും, വെയിറ്റ് കൂടും, അങ്ങനത്തെ കാര്യങ്ങൾ ഹുരിഡീസ് കട്ടയിൽ വരും. അപ്പോ പുറത്തും ഹുരിഡീസും സെയിം അല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പൊ ഹുരിഡീസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നമുക്ക് ലോഡ് ബെയറിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നും അങ്ങനെ ആൾക്കാർ പറയും. കാരണം അത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണല്ലോ. കുറച്ചും കൂടി ആളുകൾക്ക്, പഴയ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു കമ്പാരിസൺ ഉണ്ടാവും. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ പുറത്തും അതും വേറെ വേറെ പ്രൊഡക്റ്റ് ആണ്, സിമിലർ ആണ്. രണ്ടും ഹോളോ ക്ലേ ബ്രിക്സിന്റെ കാറ്റഗറി തന്നെ വരുന്നതാണെന്ന് മാത്രം. പിന്നെ ഇപ്പൊ ഈ വീടിന്റെ ഈ ലൊക്കേഷന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടുത്തെ സ്റ്റേജ് വരുന്നത് ഇവിടെ പലകടിക്കാണ്, വാർക്കാനുള്ളതിന്റെ പലക അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ്. ഇപ്പൊ മുകളിലും താഴെയും റെനോവേഷന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. താഴെ റൂംസ് എടുക്കുന്നുണ്ട്, മുകളിലും മൊത്തത്തില് ഫുള്ളായിട്ട് പുതിയ ബിൽഡിംഗ് പോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു പുതിയ വീടാണെന്ന് തന്നെ തോന്നുള്ളൂ. ആ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് റെനോവേഷൻ വർക്കുകൾ നടത്തുന്നതാണ്. ഇവിടെ കട്ടിലൊക്കെ നമ്മൾ മരത്തിന്റെയാണ് ചെയ്യണത്. എല്ലാ കട്ടിലേയും ജനലുകളൊക്കെ മരത്തിന്റെ തന്നെയാണ് കാണുന്നത്. പിന്നെ മഴ പെയ്തിട്ട് ഇവിടെ ആകെ ചെളിവിളി കിടക്കുകയാണ്.
ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോർഷൻ ഉണ്ട്. ഇതും കംപ്ലീറ്റ് എല്ലാം ഫുള്ളായിട്ട് പുറത്തും ബ്രിക്ക് തന്നെയാണ് ചെയ്തു വരുന്നത്. ഇപ്പൊ ഈ ചുമര് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിൻഡല് 7 അടിയിൽ ലിൻഡല് പൊഴിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇതിപ്പോ സ്പെഷ്യൽ ആയിട്ട് ലിൻഡിൽ കൊടുത്തത് അങ്ങനെ പറയണതല്ല, നമുക്ക് എല്ലാ സൈറ്റിലും ഇത് ചെയ്യണത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ സാധാ പോലെ തന്നെയാണെന്നും കൂടി കാണിക്കാനാണ്. ഇതിന് സ്പെഷ്യൽ ആയിട്ട് വേറെ ഉറപ്പിന് വേണ്ടിയിട്ട് ഇടയിൽ പില്ലറുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ചെയ്യാം. എന്നിട്ട് ഇത് പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ ബാത്റൂംസിൽ ഈ ബ്രിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത യൂഷ്വൽ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട്. അതിലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞൊരു മെറ്റീരിയലാണ് നമ്മുടെ പോറോത്തോം ബ്രിക്ക്. ഇത് കളിമണ്ണ് 1000 ഡിഗ്രിയിൽ 6 മണിക്കൂറോളം ഫയർ ചെയ്ത് അത്രയും ചുട്ടെടുത്തിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ മേൽക്കൂരയിലൊക്കെ ഓടി ഇരിക്കുമ്പോൾ അതിൽ എത്ര വെള്ളം വീണാലും പ്രശ്നമില്ലല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ പോറോത്തോം ബ്രിക്കിലും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ബാത്റൂംസിലാണെങ്കിലും ഒരു സംശയമില്ലാതെ നമുക്ക് ഈ ബ്രിക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീടിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. മാഡം നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് സരിത. ഞാനൊരു റിട്ടയർഡ് ആർമി ഓഫീസറാണ്. അപ്പോൾ കഴിഞ്ഞ എനിക്ക് 35 വർഷമായിട്ട് ഞാൻ കേരളത്തിന് പുറത്തായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനായിട്ട് ഒരു പ്ലാനായിട്ട് വന്നത് ഒരു കൊല്ലം മുന്നേ ആണ്. അപ്പോൾ വീടിന്റെ പണി അതിനെ അനുബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് ഫൈനലി വന്നത് ഈ ഒരു ബ്രിക്കിലേക്കാണ്. എക്സിസ്റ്റിംഗ് ഓൾറെഡി ഉള്ള വീടായിരുന്നു. ഉള്ള വീടാണ്. അതൊരു 1500 എക്സിസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോ നമ്മൾ അതിന്റെ മേലേക്ക് ഏകദേശം അത്ര തന്നെ എടുത്തിട്ടുണ്ട്. താഴെയും എടുത്തിട്ടുണ്ട്, മുകളിലും എടുത്തിട്ടുണ്ട്. ഈ ബ്രിക്കിലേക്ക് എത്തിയത് എന്താണ്? ഇതിന്റെ എന്ത് ഫീച്ചേഴ്സ് ആണ് അട്രാക്ട് ചെയ്തതെന്ന്? ഇതൊരു റാൻഡം യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് എത്തിപ്പെട്ടത്. അതായത് അപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് തന്നെ. പിന്നെ നമ്മൾ അതിനെ പറ്റി കംപ്ലീറ്റ് അതിന്റെ വീഡിയോസ് പോയി ബാക്കിൽ പോയി എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യുന്ന പോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അത് പറയാതെ വയ്യ, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് അഡ്രസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും കണ്ടു. പിന്നെ അപ്പൊ നമുക്ക് തന്നെ കൺവിൻസിംഗ് ആയി അപ്പൊ ഇതായിരിക്കും ബെസ്റ്റ് എന്ന്. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹൗസ് ആണ്. അപ്പൊ വെയിറ്റ് നമുക്ക് ഒരുപാട് ഇതിന്റെ മേലെ കയറ്റണ്ട. അത് ഒരു പ്രൈമറി റീസൺ ആണ്. പിന്നെ കേരളത്തിലെ പ്രസന്റ് ക്ലൈമറ്റ് വെച്ചിട്ട് ചൂട് അത് വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇതിലാകുമ്പോ ചൂട് ഒരുപാട് കുറയ്ക്കാം. പിന്നെ ഇഷ്യൂസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാല് വളരെയധികം സ്ട്രോങ് ആണ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് മാഡം ആദ്യം വിളിച്ചപ്പോ തന്നെ എനിക്കൊന്നും പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മള് അല്ല, പക്ഷെ വീഡിയോസിലെല്ലാം ഉണ്ടായിരുന്നു ഒരുമാതിരി, ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വാർക്കാൻ വേണ്ടിട്ട് നിൽക്കാണ് അല്ലേ? അപ്പൊ ഇതുവരെ ഹാപ്പിയാണ്. അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാം വടക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി വരാൻ. ഷുവർ, എല്ലാ പണിയും കഴിഞ്ഞിട്ട് പറയാം. താങ്ക് യു സോ മച്ച്. പോറോത്തോം ബ്രിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാട്ടോ. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോയാലും ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേജ് കിട്ടും. നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ഇതിപ്പോ ലോങ് വീഡിയോ ആണ്, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ അതിനകത്ത് കിട്ടും. അപ്പൊ വിനോബാഗ് എന്നുള്ള ഒരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഈ പോറോത്തോം എന്നുള്ളത്. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബ്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പണിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം ചൂട് കുറവില് മാക്സിമം സ്ട്രെങ്ത്തിൽ വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രിക്ക് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. ഞങ്ങളുടെ സ്ഥാപനം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നുള്ളത് തൃശ്ശൂർ ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്ട്സിലെ ഈ കമ്പനിയുടെ സ്റ്റോക്കിസ്റ്റ് ആണ്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങളെ വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലയിലെയും ഡീലേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.